അപ്പോൾ നമ്മൾ ഹെന്ന ഇടുന്ന അന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നീലിയാമ്പരി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വൈറ്റ് ഹെയർ ഒന്നുമില്ല, കുറച്ച് മാത്രം വൈറ്റ് ഹെയറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളായി കുറച്ച് പേർ എന്നോട് ചോദിക്കുന്നു നമ്മുടെ മുടിക്ക് നാച്ചുറലി ബ്ലാക്ക് കളർ കിട്ടുന്ന നീലയാമ്പരി എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഹെന്നയുടെ കളറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നീലയാമ്പരി ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് ഞാൻ നീലയാമ്പരി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പലരും പല രീതിക്കാണ് നീലയാമ്പരി അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസും പിന്നെ നോർമലായിട്ട് നമ്മൾ നീലയാമ്പരി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം നീലയാമ്പരി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഹെന്ന അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ഹെന്നയുടെ കളറും നീലയാമ്പരിയുടെ കളറും കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മുടെ മുടിക്ക് ബ്ലാക്ക് കളർ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഓയിൽ ഇല്ലാത്ത സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യണ 3-4 വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഹെന്ന അപ്ലൈ ചെയ്യാം. ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം 2-3 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഷാമ്പൂവും കണ്ടീഷണറും ഒന്നും ഇല്ലാതെ നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്യുക. ഇപ്പം നമുക്ക് നീലയാമ്പരി അപ്ലൈ ചെയ്യുമ്പോൾ ഹെന്ന ഇടുന്ന അന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ആയാലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഹെന്ന ഇടുന്ന അന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് തോർത്തി കളഞ്ഞതിന് ശേഷം നമ്മൾ ആ വെറ്റായിട്ടുള്ള ഹെയറിലേക്ക് നമുക്ക് നീലയാമ്പരിയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നീലയാമ്പരി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വൈറ്റ് ഹെയർ ഒന്നുമില്ല, കുറച്ച് മാത്രം വൈറ്റ് ഹെയറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വൈറ്റ് ഹെയറിലേക്ക് മാത്രമായിട്ടും വേണമെങ്കിൽ നമുക്ക് നീലയാമ്പരിയുടെ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നീലയാമ്പരി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ എൻ്റെ അടുത്ത് വരുന്ന ചില കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഈ ഹെന്ന നീലയാമ്പരി ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവരുടെ ഹെയർ ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു എന്നുള്ളത്. അപ്പോൾ അവർ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ പുറകിലേക്കൊക്കെ തേക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരുന്നവരാണ്. അപ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾ ഈ നീലയാമ്പരിയുടെ കൂടത്തിൽ ഒരു 8-10 ഡ്രോപ്പ് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് പരട്ടാറുണ്ട്. അങ്ങനെ പരട്ടണ സമയത്ത് അവരുടെ മുടിയും സ്കാൽപ്പും ഒക്കെ ഡ്രൈ ആവാതിരിക്കാൻ അവരെ സഹായിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങളുടെ മുടിയും അത് സ്കാൽപ്പും ഒക്കെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് പേര് ചെയ്യണ ഒരു രീതി എന്ന് പറയുന്നത് നീലയാമ്പരിയുടെ പൗഡറിലേക്ക് 1 സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നോർമലി ചെറിയ ചൂടുവെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും അവരുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടും ഒക്കെ ഇരിക്കാറുണ്ടെന്നും പറയാറുണ്ട്. അപ്പം ഈ ഒരു രീതിയും കൂടെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. പിന്നെ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിലേക്ക് ആവശ്യത്തിനുള്ള നീലയാമ്പരിയുടെ പൗഡർ എടുക്കുക, അതിലേക്ക് 1 പിഞ്ച് സോൾട്ട് ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കുറേശ്ശെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതൊന്ന് സോക്കായി അതിൻ്റെ കളർ ഒന്ന് റിലീസ് ആകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തൊരു 2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ, ഇന്ന് നമ്മൾ നീലയാമ്പരിയുടെ പേസ്റ്റ് ഉപയോഗിച്ചാൽ നെക്സ്റ്റ് ഡേ നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും ഒക്കെ നന്നായിട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്ത് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയുവാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഡ്രൈ ആവാതെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനായിട്ടും അത് സഹായിക്കും. പിന്നെ കുറേ പേര് പറയാറുണ്ട് ഈ നീലയാമ്പരിയുടെ കളർ പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഫെയ്ഡായി പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആഴ്ചയിൽ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാതെ ആഴ്ചയിൽ 1-2 തവണ മാത്രം ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.